ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർസേഷൻ ഇഷ്യൂസ് ആണ്. പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ തന്നെ യുദ്ധത്തിൽ പോകുന്നു. ഇതേപോലെ നമ്മൾ ചുറ്റുമുള്ളവരിൽ നിന്ന് എഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗേൾസിനോട് സംസാരിക്കാൻ ആൾക്കാർക്കുള്ള പ്രശ്നം. അതായത് അവർക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ആൾക്കാർക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, പ്രത്യേകിച്ച് ഗേൾസിനോട്. ഒരാളെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു കഴിവ് പോലും ഇപ്പോഴത്തെ പല കുട്ടികൾക്കും ഉണ്ട്. പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ. എനിക്കും ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ എങ്ങനെയായാലും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചില സമയങ്ങളിൽ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആൽഫ, ജെൻസി എല്ലാ ജനറേഷൻസും ഉണ്ട്. ഇവർക്ക് ജനിക്കുമ്പോൾ തൊട്ട് തന്നെ പെമ്പിളർ വളർത്താനുള്ള കഴിവുണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒരു ജനറേഷൻ ഉണ്ട്. ആൽഫയിൽ എത്തിയിട്ടുമില്ല, പക്ഷെ അതിനുശേഷം പോകാൻ പറ്റിയിട്ടുമില്ല. എന്റെ പൊന്നുനായിട്ട് അറിയിക്കണം. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആപ്പ് ഉണ്ടാക്കാൻ പോയിരുന്നു. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രപ്പോസൽ ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഐഡിയ ആണ്. നമുക്കിത് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു യൂസർ ഇന്റർഫേസ് ആണ്. അതായത് എങ്ങനെ ഗേൾസിനെ അപ്രോച്ച് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ലെഫ്റ്റ് സൈഡിലൊരു ക്യാരക്ടർ ഉണ്ടാവും. ഈ ക്യാരക്ടർ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 3 ഓപ്ഷൻസിൽ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഈ ഒരു ഗെയിം പ്ലേ മെക്കാനിക്സ് നമുക്ക് ഉപയോഗിക്കാം. സോ നമുക്ക് ഡെവലപ്മെൻറ്റിലേക്ക് കിടക്കാം. ആദ്യം വേണ്ടത് നമുക്കൊരു ക്യാരക്ടേഴ്സാണ്. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന് നമുക്ക് AI വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു പ്രോപ്പർ വേ അല്ല. കാരണം നമുക്കൊരു സിംഗിൾ ക്യാരക്ടറിനെ തൊട്ട് തന്നെ അതിൻ്റെ കോസ്റ്റ്യൂംസും മാറ്റാൻ പറ്റും. അതായത് ഒരു ക്യാരക്ടറിനെ നമ്മൾ അവിടെ വെക്കുന്ന വിചാരിക്കുക, ആ ക്യാരക്ടേഴ്സിൻ്റെ പല രീതിയിലുള്ള മുടികൾ. അങ്ങനെ നമുക്ക് ഓരോ മുടികളും റാൻഡമൈസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു സെയിം ക്യാരക്ടറിൽ നിന്ന് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ കണ്ണ്, അതേപോലെ തന്നെ മൂക്ക്, അതേപോലെ തന്നെ വായി, പിന്നെ ഡ്രസ്സ്, പിന്നെ എല്ലാ സാധനങ്ങളും. സോ നമുക്ക് ആ ഒരു അപ്രോച്ചിലായിരിക്കണം നമുക്ക് ഈ ഗെയിമിൻ്റെ വർക്ക് ചെയ്യേണ്ടത്. പിന്നീട് വേണ്ടത് നമുക്ക് ഓരോ ഓപ്ഷൻസ് ആണ്. എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, യു ആർ ലുക്കിംഗ് സോ ഗുഡ്, അതൊരു പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്കൊരു മെക്കാനിക്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ മുകൾ വശത്ത് 3 ഹാർട്ടുകൾ ഉണ്ടാവും. ഈ ഹാർട്ടുകൾ കൂടാതെ തന്നെ ഒരു ഇമോജി ഉണ്ടാവും. ഈ ഇമോജി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു സെർട്ടൻ ക്യാരക്ടറിൻ്റെ ഇംപ്രഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഇംപ്രഷൻ ഓരോ പ്രാവശ്യം ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ആവുന്നു. ഇതിലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് AI വെച്ച് ജനറേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഗെയിമിൽ ആ ഒരു സെർട്ടൻ ക്യാരക്ടർ ലവ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഗെയിം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇതൊരു ഐഡിയ മാത്രമല്ലേ, നമുക്ക് ഇതിൽ നിന്നൊരു ഗെയിം ഉണ്ടാക്കണം. ഒരു ഗെയിമിൻ്റെ ഐഡിയ ആയിരിക്കണം ഇത്. സോ നമുക്ക് മെയിൻ മെക്കാനിക്സുകൾ നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ക്യാരക്ടറിനെ കാണുന്നു. ആ ക്യാരക്ടറിൽ നിന്ന് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് റൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് അപ്രോച്ചബിൾ ആണെങ്കിൽ മുകളിലെ ലവ് പോർഷൻസ് ഇൻക്രീസ് ആയിട്ട് ഇംപ്രഷൻസ് ശരിയാവുന്നു. അഥവാ തെറ്റാണ് വരുന്നെങ്കിൽ ആ ലവ് പോർഷൻസ് താഴോട്ട് പോവുകയും പിന്നെ അവരുടെ ഇമോഷൻസ് ചേഞ്ച് ആവുകയും ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇംപ്രസീവായിട്ട് നമുക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. രാവിലെ എഴുന്നേറ്റ് ഡെവലപ്പ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ബ്ലറിനെസ് തോന്നിയത്. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഗെയിമിലേക്ക് അത്യാവശ്യമില്ലാത്തതായിരുന്നു. സോ അതിനെക്കുറിച്ച് ഞാൻ കുറേ റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയത് നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം മാത്രം ഉണ്ടാക്കിയാൽ മതി. അതായത് ഇൻട്രാക്ഷൻ കാണിക്കാൻ മാത്രമായിട്ടുള്ള ഗെയിം. സോ ആ രീതിയിലേക്ക് ഞാൻ ഗെയിമിൻ്റെ ഡെവലപ്മെൻറ്റുമായി. ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള തീം ഒന്നും കൂടി ഞാൻ പറയുകയാണ്. അതായത് ഒരു ഗേൾ ക്യാരക്ടറിനും ആ ക്യാരക്ടറിനോട് നമ്മൾ 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷനിൽ നിന്നും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതായത് ആ 3 ഓപ്ഷനിൽ നിന്നും ന്യൂട്രൽ, ഗുഡ്, ബാഡ്, ഇങ്ങനെ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസിലായിരിക്കണം
ഈ നമ്മുടെ യൂസർ ആൻസർ ചെയ്യേണ്ടത്. ഈ ആൻസറിന് കണക്കായിട്ട് ഗേളിന് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള റിപ്ലൈസ് ഉണ്ടാവും, ഫേസ് ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഒരു പോയിന്റ് സിസ്റ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യം റൈറ്റ് ആൻസർ പറയുന്ന സമയത്ത് ഒരു +5 ഹാർട്ടും, റോങ് ആൻസർ പറയുന്ന സമയത്ത് ഒരു -1 ഹാർട്ടും കിട്ടും. അങ്ങനെ ഹാർട്ട് കൂടി 50 ഡേയ്സിനുള്ളിൽ ആൻസേഴ്സ് എത്ര നല്ലത് കിട്ടുന്നു അതിന് കണക്കായിട്ട് പ്ലെയറിന് ഓരോ ഫീഡ്ബാക്സ് ഉണ്ട്. ഈ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് 3 ഓപ്ഷൻസിന് കണക്കായിട്ടുള്ള 3 ഗേളിൻ്റെ റിപ്ലൈസ്, പിന്നെ അതിലേതാണ്ട് റൈറ്റ് ഓപ്ഷൻ അത് ചൂസ് ചെയ്യണം. ആ രീതിയിലായിരിക്കും ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഗെയിം ഞാൻ ITCS.io എന്നുള്ള ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഗെയിം കളിച്ച് നോക്കാവുന്നതാണ്. മൊബൈലിലായാലും വിൻഡോസിലായാലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. സോ ഇത് കളിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയും. സോ ഇതേപോലുള്ള വീഡിയോസ് ഇന്നും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.